വെൽക്കം ബാക്ക് ടു സൈലന്റ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നസാർ. എല്ലാവർക്കും സ്വാഗതം. മക്കളെ, 5 മാർക്കിന്റെ എസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. ആ 5 മാർക്കിന്റെ എസ്ഐക്കകത്താണെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് തിയറി ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്? കാരണം പ്രോഗ്രാം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവാറും അറിയാം. എങ്കിലും ഒരു പ്രോഗ്രാം ചോദിക്കാം, അല്ലെങ്കിൽ കോഡ് സെഗ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എങ്കിലും തിയറി ക്വസ്റ്റ്യൻസിലാണെങ്കിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള എന്താ തിയറി ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നോക്കാം. യെസ്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. അതിൽ ഒന്നാമത്തെയാണ് ടോപ്പോളജി. ടോപ്പോളജി ആണെങ്കിൽ ടോപ്പോളജി എന്താന്ന് പഠിച്ചിരിക്കുക, ടോപ്പോളജി എന്താണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ടോപ്പോളജി ഡിഫറെന്റ് ടൈപ്സ് ആണ്. ബെസ്റ്റ് ടോപ്പോളജി ഉണ്ട്. ബെസ്റ്റ് ടോപ്പോളജിയുടെ ഈ പറഞ്ഞ ഫീച്ചേഴ്സുകൾ, ഈ ഫീച്ചേഴ്സുകൾ പഠിച്ചിരിക്കുക. അതിനൊപ്പം ആ ബെസ്റ്റ് ടോപ്പോളജിയുടെ ഫിഗർ ഉണ്ട്, ആ ഫിഗർ ഒന്ന് പഠിച്ചിരിക്കുക. അതേപോലെ ഫോർ സ്റ്റാർ ടോപ്പോളജി അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ ഫിഗർ ഒന്ന് പഠിച്ചിരിക്കുക. പിന്നെ നമ്മളെ റിംഗ് ടോപ്പോളജി അതിന്റെ ഫിഗറും പിന്നെ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സിലും പഠിച്ചിരിക്കുക. പിന്നെയാണെങ്കിൽ മെഷ് ടോപ്പോളജി അതിന്റെ ഫിഗറും ഫീച്ചേഴ്സിനും പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ നമ്മുടെ ലൈവുകളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മെഗാ മാരത്തോണെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. യെസ്, ഞാൻ ക്വസ്റ്റ്യൻസിലോട്ട് മാത്രം ഒന്ന് പോകട്ടോ, ഫോക്കസ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള 5 മാർക്കിന്റെ എസ്എ പാർട്ടിൽ വരാൻ ചാൻസ് ഉള്ള വളരെ അടിപൊളി ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ അത് ഫിഗർ തന്നെ വരച്ച് പഠിച്ചു വെച്ചേക്കുക. ഫിഗർ ബേസ്ഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ, മറക്കല്ലേ. ഓക്കെ, അപ്പൊ ഈ ഫിഗർ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലോട്ട് ഒന്ന് വരച്ച് പഠിച്ചു വെച്ചേക്കുക. പിന്നെയാണെങ്കിൽ ഈ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് കേട്ടോ, നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് പഠിച്ചിരിക്കുക. ഇത് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഒന്നാമത് ഇപ്പൊ എ പാർട്ടില് എക്സ്പ്ലെയിൻ റിംഗ് ടോപ്പോളജി എന്ന് ചോദിച്ചിട്ടാണെങ്കിൽ ബി പാർട്ടിൽ ഏതെങ്കിലും പ്രോട്ടോകോൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, അപ്പൊ 5 മാർക്ക് സെക്ഷനിൽ നിന്നാണ് ബി പാർട്ട് സി പാർട്ട് അങ്ങനെ വരാറ് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് 5 മാർക്കിന്റെ സെക്ഷനിലാണെങ്കിൽ ഈ ചാപ്റ്ററിന് ഒരൊറ്റ ക്വസ്റ്റ്യൻ വന്നിരിക്കും ഉറപ്പാട്ടോ. ഒന്നെങ്കിൽ പാർട്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് മക്കളെ, അല്ലെങ്കിൽ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് വരും ഉറപ്പാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. യെസ്, HTTP, FTP, DNS. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് പഠിച്ചിരിക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒപ്പം ഒരു പാർട്ടിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, URL എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. URLന്റെ 3 പാർട്സുകൾ ഒന്ന് പഠിച്ചു വെച്ചെടുക്കും. കാരണം വേണമെങ്കിൽ എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട് ഉണ്ടല്ലേ 5 മാർക്ക് സെക്ഷനിൽ. ആ സി പാർട്ടിലോ ബി പാർട്ടിലോ വരാൻ, സി പാർട്ടിലായിരിക്കും മിക്കവാറും വരുന്നത് കേട്ടോ. സി പാർട്ടിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് URLന്റെ ഡിഫറെന്റ് പാർട്സ് ഉണ്ടോ, നെറ്റ്വർക്ക് പ്രോട്ടോകോൾ, ഡൊമൈൻ നെയിം, ഫയൽ നെയിം. ഒരു എക്സാമ്പിൾ ഇതേപോലെ പഠിച്ചു വെച്ചേ കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ എക്സാമ്പിൾ എന്നിട്ട് ചോദിക്കും, ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ഓക്കെ, ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ഇന്റർനെറ്റിൽ നിന്നാണെങ്കിൽ അധികം എന്താണ് നമുക്ക് ഈ പറഞ്ഞ 5 മാർക്ക് സെക്ഷൻസ് ഇങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. അവിടെ 3 മാർക്കൊക്കെ മാക്സിമം വരത്തുള്ളൂ, സെക്ഷൻസ് വരത്തുള്ളൂ കേട്ടോ. യെസ്, നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എന്ത്, ഇ ഗവർണൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ. ഇ ഗവർണൻസും ഇ ലേണിംഗും ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ 2 ക്വസ്റ്റ്യൻസ് വന്നിരിക്കും 5 മാർക്കിന്റെ സെക്ഷനിൽ. ഇ ഗവർണൻസിനകത്താണെങ്കിൽ ഇ ഗവർണൻസിന് ഇന്ററാക്ഷൻ ഫുള്ള് പഠിച്ചിരിക്കുക. G2G, G2C, G2B, G2E ആ ഇന്ററാക്ഷൻ പഠിച്ചിരിക്കുക. ഈ ഗവർണൻസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കുക. എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തേപ്പുണ്ട്. ഈ എക്സ്പ്ലനേഷൻ എന്ന് പഠിച്ചിരിക്കുക. കംപ്ലീറ്റ് ആണ് എക്സ്പ്ലനേഷൻ എന്ന് പഠിച്ചിരിക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവർണൻസ്, ബെനിഫിറ്റ്സുകൾ, ഡിമെറിറ്റ്സുകളും ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ബെനിഫിറ്റ്സുകളാണ് കൂടുതൽ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. യെസ്, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെന്ത്, ഇ ലേണിംഗ് അതിന്റെ ടൂൾസുകൾ മസ്റ്റ് ക്വസ്റ്റ്യൻ, മസ്റ്റ്. ഇപ്പൊ 5 മാർക്ക് ചോദിച്ചില്ല എങ്കിൽ 3 മാർക്കിനെങ്കിലും ചോദിച്ചിരിക്കും. ഇ ലേണിംഗ് ടൂൾസ് ചോദിക്കാതിരിക്കത്തില്ല. മസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ, മാറിപ്പോലോ. ഇ ബുക്സ് റീഡർ, ഇ ടെക്സ്റ്റ്, ഓൺലൈൻ ചാറ്റ്, പിന്നെയാണെങ്കിൽ ഈ കണ്ടന്റ് എഡ്യൂക്കേഷൻ TV ചാനൽസ്. മാത്രമല്ല അതിന്റെ കൂടെ അഡ്വാൻറ്റേജ് പഠിച്ചിരിക്കുക. അതിന്റെ കൂടെ ഇതിന്റെ സെറ്റ് വരുന്ന ഒരു ഐറ്റം ആണ് ഇ ലേണിംഗ് വെബ്സൈറ്റുകൾ. ഓക്കെ, ഒന്ന് പഠിച്ചിരിക്കട്ടോ, മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകല്. പിന്നെ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കൾ എന്ത്, ഞാനത് പറയാൻ വിട്ടുപോയ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട് അല്ലേ. അതിനകത്താണെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്. അപ്പോൾ ഒരു 5 ഇൻപുട്ട് ഡിവൈസ്, ഏതെങ്കിലും 5 ഇൻപുട്ട് ഡിവൈസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. 5 ഇൻപുട്ട് ഡിവൈസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്.
അതും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ മൗസ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, എന്താണ് ലൈറ്റ് പെൻ ഉണ്ട്, ജോയ്സ്റ്റിക് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും 5 ഇൻപുട്ട് മിനിമം ഒരു 5 ഇൻപുട്ട് ഡിവൈസ് എങ്കിലും പഠിച്ചു വെച്ചേക്കുക. റാൻഡം ആയിട്ട് ചോദിക്കത്തൊന്നുമില്ല. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മിനിമം 5 ഇൻപുട്ട് ഡിവൈസിന്റെ വാലിഡ് 3 പോയിന്റ് വെച്ചിട്ടെങ്കിലും പഠിച്ചു വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും മിസ്സാക്കല്ല കേട്ടോ. യെസ്, അപ്പൊ ഇതാണ് തിയറി പാർട്ടിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയാം. 5 മാർക്ക് സെക്ഷനിൽ കേട്ടോ, മാറിപ്പോയല്ല. അപ്പൊ ഇതിന്റെയൊക്കെ എക്സാമ്പിൾസുകൾക്ക് ഇന്ന് പഠിച്ചു വെച്ചേക്കുക. എല്ലാത്തിന്റെ എക്സാമ്പിൾസുകൾക്ക് ഇന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് കേസ്. ബൈ ബൈ.